ഹായ് ഫ്രണ്ട്സ്, എഡിൽവൈസ് മ്യൂച്വൽ ഫണ്ട് ഗ്രൂപ്പിൻ്റെ MD-യും CEO-യുമായ രാധിക ഗുപ്ത അവരുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് സിനോറിയോ വെച്ച് അവർ പറഞ്ഞത് ബാഡ് ടൈംസ് ഡോണ്ട് ലാസ്റ്റ്, ഗുഡ് ഇൻവെസ്റ്റേഴ്സ് ഡു. അതായത് 2008-ലും 2020-ലൊക്കെ ഉണ്ടായ വലിയ മാർക്കറ്റ് ക്രാഷിൽ നമ്മൾ ലോകം അവസാനിച്ചെന്നും എല്ലാം നരകത്തിലേക്ക് പോവുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാഡ് ടൈംസ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സമയങ്ങൾ അധികകാലം നിലനിൽക്കില്ല, പക്ഷേ ഗുഡ് ഇൻവെസ്റ്റേഴ്സ് എത്ര കാലവും നിലനിൽക്കും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പൊതുവെ മാർക്കറ്റിൽ നമ്മൾ പറയുന്ന പോലെ ടൈം ഇൻ ദ മാർക്കറ്റാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തൊക്കെ ക്രാഷ് ഉണ്ടായാലും എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും മാർക്കറ്റിൽ നിങ്ങൾ എത്ര കാലം നിൽക്കുന്നുണ്ട്, ആ നിൽക്കുന്നവരാണ് ഗുഡ് ഇൻവെസ്റ്റേഴ്സ് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ ബിയറിഷ് സോണിലേക്ക് പോകുമോ അതോ ഒരു ബോട്ടം എടുത്തുകൊണ്ട് മുകളിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് കടന്നു പോകുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ 22,800 എന്നുള്ള സപ്പോർട്ട് ഒരു മാസത്തിനിടയിൽ ഇത് 4ാമത്തെ തവണയാണ് അവിടെ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ട്രേഡിൽ ഒരു ഘട്ടത്തിൽ 22,800 എന്നുള്ള ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റി താഴോട്ടേക്ക് പോയിരുന്നു. എന്നിട്ട് 22,725 വരെ പോയിരുന്നു. തീർച്ചയായിട്ടും ആ സമയത്ത് വലിയൊരു പാനിക് മാർക്കറ്റിലുണ്ടായിരുന്നു. അതിന് 22,500 കൂപ്പുകുത്തുമോ എന്ന ഭയവും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ റാലി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിഫ്റ്റി ശക്തമായി തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 22,800 മുകളിൽ വരികയും അങ്ങനെ 23,000 നിഫ്റ്റി എത്തുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 8 ദിവസങ്ങളിലായിട്ട് നെഗറ്റീവിൽ അല്ലെങ്കിൽ റെഡിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇപ്പോൾ ആദ്യമായിട്ട് ഗ്രീനിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നമ്മൾ പരിശോധിച്ചാൽ 22,800 ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോയാൽ 22,500 വരെ താഴെയുള്ള ഒരു ടെൻഡൻസി നിഫ്റ്റിക്ക് ഉണ്ട്. ഇപ്പോൾ അത് 22,800 മറികടന്നുകൊണ്ട് 23,000 വന്നതുകൊണ്ട് തന്നെ ആ ഒരു 23,000 മറികടക്കുകയാണെങ്കിൽ 23,300 അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ. അതും കൂടി മറികടന്നാലേ നമുക്ക് നിഫ്റ്റി ഒരു റിക്കവർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഇതൊരു സെൽ ഓൺ റൈസ് മാർക്കറ്റാണ്. ഏത് സമയവും സെല്ലിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്ക് FII DI ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അവിടെ FIIs ഇപ്പോഴും സെല്ലേഴ്സ് തന്നെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ DIIs നല്ല തോതിൽ ബൈ ചെയ്തതായിട്ട് കാണാം. ഏകദേശം 800 കോടിയുടെ ഒരു നെറ്റ് ബൈങ് ഡിഫറൻസ് നമുക്ക് FIIസുമായിട്ട് അവിടെ കാണാൻ കഴിയും. അതുപോലെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു എക്സ്ട്രീം ഫിയർ സോണിന് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രീം ഫിയർ സോണിനെ മറികടന്ന് ഫിയർ സോണിലേക്ക് പോകാനുള്ള ആ ഒരു ബോർഡറിലാണ് അതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും എല്ലാം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് കാണാം. അതുപോലെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ ആണ് ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തത്. ഇത് കൂടാതെ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസും നല്ല പെർഫോമൻസ് നടത്തിയതായിട്ട് കാണാം. ടോപ്പ് 500 നിഫ്റ്റി സ്റ്റോക്കുകളിൽ ഏകദേശം 250ഓളം സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യുകയും അത്ര തന്നെ സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു 50-50 ലെവലിലാണ് നമുക്ക് അതിൻ്റെ റേഷ്യോ കാണാൻ കഴിയുന്നത്. അപ്പോൾ ടോപ്പ് 500 സ്റ്റോക്കുകളിൽ നമുക്ക് ഏകദേശം 13ഓളം സ്റ്റോക്കുകളിൽ 5% കൂടുതൽ റാലി നടന്നു. മാക്സിമം 16% വരെ റാലി നടന്ന സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഗോഡ്ഫ്രേ ഫിലിപ്സ്, അതുപോലെ ഗ്ലാക്സോ, മണപ്പുറം ഫിനാൻസ്, NLC ഇന്ത്യ, പിരാമൽ ഫാർമ, ക്യാമ്പസ് ആക്റ്റീവ് വെയർ, കിർലോസ്കർ ബ്രദേഴ്സ്, CG പവർ, ജൂബിലന്റ് ഫാർമ, BAS ഇന്ത്യ, കാസ്ട്രോൾ ഇന്ത്യ, KPIL, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ 5% കൂടുതലുള്ള റാലി നടന്ന ടോപ്പ് 13 സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം പൊതുവേ മൊത്തത്തിലുള്ള മാർക്കറ്റ് താഴോട്ടേക്ക് പോകാനുള്ള കാരണമായിട്ട് നമ്മൾ പൊതുവേ പറയാറുള്ളത് നമ്മുടെ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ വളരെ ഹൈ ആയെന്നും അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻ അനിവാര്യമായും എന്നുമാണ്. അപ്പോൾ ഈ കറക്ഷൻ കഴിഞ്ഞോ, നമ്മൾ ആ വാല്യുവേഷൻ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഏർണിങ്സ് ലോ ആയതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ Q3 ഏർണിങ്സിൻ്റെ ഏകദേശം സീസൺ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഏർണിങ്സ് വർദ്ധിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് നോക്കുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ആ ഒരു ഹൈ വാല്യുവേഷൻ അത് സ്റ്റാർട്ട് ചെയ്തത് 2018 അത് 2021 വരെയുള്ള ആ 4 വർഷം നിഫ്റ്റിയുടെ PE വളരെ ഹൈയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ 2018 25 മുതൽ 28 എന്നുള്ള PE റേഷ്യോയിലായിരുന്നു നിഫ്റ്റി ട്രേഡ് ചെയ്തത്. 2019 അത് 26 മുതൽ 29 എന്നുള്ള റേഞ്ചിലായിരുന്നു. 2020 പാൻഡമിക്കിൻ്റെ കാലത്ത് 21ലേക്ക് 1-2-3 മാസങ്ങളിൽ നിഫ്റ്റി താഴോട്ടേക്ക് വന്നിരുന്നെങ്കിലും പിന്നീട് 37 എന്ന ലെവലിലേക്ക് നിഫ്റ്റിയുടെ PE റേഷ്യോ ഉയരുകയുണ്ടായി. 2021 അത് അതിൻ്റെ പീക്ക് ലെവലിലെത്തി 40 എന്നുള്ള PE റേഷ്യോയിൽ വരെ നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അവിടെ നിന്നാണ് നിഫ്റ്റി പിന്നീട് കറക്ഷൻ ആരംഭിച്ചത്. അങ്ങനെ നിഫ്റ്റി 50 ഇൻഡെക്സ് പിന്നീട് മെല്ലെ മെല്ലെ താഴോട്ടേക്ക് വന്ന് 23 വരെ താഴോട്ടേക്ക് വന്നിരുന്നു. അപ്പോൾ 2022 ജൂണിൽ 19.5 എന്നുള്ള ഒരു PEയിലേക്ക് ഏറ്റവും ലോ നിഫ്റ്റി 50 ക്രിയേറ്റ് ചെയ്തു. പക്ഷെ പിന്നീട് 20 മുതൽ 24 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് നിഫ്റ്റിയുടെ ആ ഒരു PE റേഷ്യോ കാണാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡായി എന്ന് പറയാൻ കാരണം നിഫ്റ്റിയുടെ ആ ഒരു PE ഏകദേശം 24 എന്ന ലെവലിലേക്ക് വന്നപ്പോഴാണ്. എന്നാൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ PE വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആണ് എന്ന് പൊതുവെ നമ്മൾ മാർക്കറ്റിൽ കേട്ടു തുടങ്ങിയത്. അങ്ങനെയാണ് അതിൽ വലിയ ബൈയിങ് നടക്കുകയും മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ തകർച്ച ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഫെബ്രുവരി മാസം 20.42 എന്നുള്ള PEയിലാണ് നിഫ്റ്റി 50 നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വളരെ ലോ ആയിട്ടുള്ള ഒരു PE ആണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിഫ്റ്റി 50യുടെ ഏറ്റവും ലോവസ്റ്റ് PE കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അത് 19.5 ആയിരുന്നു. അപ്പോൾ അതിനടുത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നിഫ്റ്റി 50യുടെ മീഡിയൻ PE കഴിഞ്ഞ 5 വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ 22.7 ആണ്. അപ്പോൾ ആ മീഡിയം PEയിൽ താഴെ 20.42 എന്ന ലെവലിലേക്ക് നിഫ്റ്റി എത്തി എന്ന് പറയുമ്പോൾ ഇതിലപ്പുറം ഇനി എന്ത് വാല്യുവേഷനാണ് വേണ്ടത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് നിഫ്റ്റി 50 അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വാല്യുവേഷനിൽ തന്നെയാണ്. ഇനി നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മീഡിയൻ PE കഴിഞ്ഞ 5 വർഷത്തെ കാണാൻ കഴിയുക 27.5 ആണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന അതിൻ്റെ PE 34.4 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 5 വർഷത്തെ ആ ഒരു ആവറേജ് മീഡിയം PEക്ക് മുകളിലാണ് ഇപ്പോഴും ഇതിൻ്റെ PE ഉള്ളത്. ഈ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150യുടെ ഹൈ ആയിട്ടുള്ള PE കാണാൻ കഴിയുക 45.8 ആണ്. ഏറ്റവും ലോ ആയിട്ടുള്ളത് 23.2 ആണ്. ഏതായാലും 23.2 എന്ന ലെവലിലേക്കൊന്നും അത് എത്താൻ പോകുന്നില്ല. കാരണം അത് കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു PE ആണ്. എന്നാൽ ഈ ഒരു 5 ഇയർ ആവറേജ് PE ആയിട്ടുള്ള 27.5ലേക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 30ൽ താഴെയെങ്കിലും വന്നാലേ നമുക്കൊരു നല്ല വാല്യുവേഷനിൽ മിഡ് ക്യാപ്പ് എത്തിയെന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴും മിഡ് ക്യാപ്പ് ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എന്നാൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 5 ഇയർ മീഡിയൻ PE കാണാൻ കഴിയുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സിൻ്റേത് നമ്മൾ നോക്കുകയാണെങ്കിൽ 28.9 ആണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ PE 27.5 ആണ്. അപ്പോൾ അവിടെ അതൊരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250യുടെ ഏറ്റവും ലോ ആയിട്ടുള്ള PE 16.9 ആണ്. ഏറ്റവും ഹൈ ആയിട്ടുള്ളത് 35.6 ആണ്. അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ അത്ര ഓവർ വാല്യൂഡ് ആയിട്ട് ഒരിക്കലും സ്മോൾ ക്യാപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മളിപ്പോൾ ഏറ്റവും അധികം സെല്ലിങ് നടക്കുന്നത് സ്മോൾ ക്യാപ്പിലായതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ അതിൻ്റെ മീഡിയൻ PEയിലേക്ക് എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് അതിൻ്റെ വാല്യുവേഷൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മിഡ് ക്യാപ്പിനേക്കാൾ താഴെയായിട്ടാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് നിഫ്റ്റി 50യും നിഫ്റ്റി സ്മോൾ ക്യാപ്പും നമുക്ക് നല്ല വാല്യുവേഷനിൽ എത്തിയെന്ന് പറയാം. എന്നാൽ മിഡ് ക്യാപ്പ് ഇപ്പോഴും ഓവർ വാല്യൂഡ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് ആയിരുന്നു. നമുക്കറിയാം Q2 ഏർണിങ്സ് ഡൗൺ ആയതാണ് വലിയൊരു തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് എന്നാണ് പൊതുവെ പറഞ്ഞു വന്നിരുന്നത്. ഇപ്പോൾ കമ്പനികളുടെ Q3 റിസൾട്ടിൻ്റെ സീസൺ ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്രീനർ സൈറ്റിൽ കഴിഞ്ഞ Q2 റിസൾട്ടിൽ രേഖപ്പെടുത്തിയ ഏർണിങ്സ് പെർ ഷെയറിനേക്കാൾ കൂടുതൽ ഈ Q3 റിസൾട്ടിൽ രേഖപ്പെടുത്തിയ സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5000 സ്റ്റോക്കുകളുള്ള യൂണിവേഴ്സിൽ നമുക്ക് കിട്ടുന്നത് 1872 സ്റ്റോക്കുകളാണ് Q2വിനേക്കാൾ ബെറ്റർ ആയിട്ട് പൊതുവെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ടോപ്പ് മാർക്കറ്റ് ക്യാപ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ്, TCS, ഭാരതി എയർടെൽ, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബജാജ് ഫിനാൻസ്, LIC, HCL ടെക്നോളജി, മാരുതി സുസുക്കി, മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ Q3 ഏർണിങ്സിൻ്റെ ഒരു സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസും ടെക്നോളജി അതുപോലെ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള സെക്ടറുകളിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ഏർണിങ്സ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് സെഗ്മെൻറ്റിൽ 11% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ PSU ബാങ്കുകളിൽ 24% ഗ്രോത്ത് ഉണ്ട്. ടെക്നോളജി സെഗ്മെൻറ്റിൽ 9% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഹെൽത്ത് കെയറിൽ 25% ഗ്രോത്ത് ഉണ്ട്. ക്യാപിറ്റൽ ഗുഡ്സിൽ 20% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. റിയൽ എസ്റ്റേറ്റിൽ 60% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രോയിങ് സെക്ടറുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഡിക്ലൈനിങ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ
പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ്, സിമെൻറ്റ്, കെമിക്കൽ സെക്ടറുകളിലാണ് പ്രധാനപ്പെട്ട ഡിക്ലൈൻ നമുക്ക് കാണുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഡിക്ലൈൻ ഏകദേശം 11%. അതുപോലെ സിമെൻറ്റ് സെക്ടറിൽ ഏകദേശം 55% ഡിക്ലൈനാണ്. കെമിക്കൽസിൽ 12%ഓളം ഡിക്ലൈൻ ഉണ്ട്. കൺസ്യൂമർ സെഗ്മെൻറ്റിൽ 5% ഇയർ ഓൺ ഇയർ ഡിക്ലൈനും കാണാൻ കഴിയും. അപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ പോലെയുള്ള റിസർച്ച് ഫേമുകൾ പറയുന്നത് ഏകദേശം 44% സ്റ്റോക്കുകളും അവരുടെ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 28% സ്റ്റോക്കുകൾ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ MK ഗ്ലോബൽ പോലെയുള്ള ബ്രോക്കറേജ് കമ്പനികൾ പറയുന്നത് ആ ഒരു ഏർണിങ്സിൻ്റെ ഡിക്ലൈൻ ഏകദേശം കഴിഞ്ഞെന്നും ഇനി ഒരു റിക്കവറി ആയിരിക്കും ഈ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാവുക എന്നുമാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q3 ഏർണിങ്സ് അത്ര നന്നായിട്ടില്ല, പക്ഷേ അത് Q2 ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ Q2വിൻ്റെ അത്ര മോശമായിട്ടില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു റിക്കവറി സൈൻ കാണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ Q4ഉം കൂടി നമ്മൾ തീർച്ചയായിട്ടും ഒരു റിക്കവറി സ്റ്റേജ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായിരിക്കും Q4ൻ്റേത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചും പൊതുവെയുള്ള PE അതുപോലെ ഏർണിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.